നാടൻ പെൺകുട്ടിയാണല്ലോ. ധാവണിയൊക്കെ അല്ലേ? എന്താ ഉദ്ദേശം? ഒരു തത്തമ്മയെ പോലെ ഉണ്ട് ഇപ്പൊ. ഇതാണോ മധുങ്ങൾ തത്തമ്മ പച്ച? അതെ അതെ. അപ്പൊ റിബണിന്റെ പച്ച ഏതാ? പാരറ്റ് ഗ്രീൻ. റിബണിന്റെ പച്ച ഒരു സാധാ പച്ച. ഇലയുടെ പച്ച. എന്തൊക്കെ ഗ്രീനാ. അതെ കേട്ടോ. ഗ്രീനറിയാ. പറയാൻ മറന്നുപോയി. കൺഗ്രാറ്റ്സ്. പുതിയ ഘട്ടത്തിലേക്ക് ഡെവലപ്പ് ചെയ്തില്ലേ നമ്മള്? എന്തിന് ആവശ്യമില്ലാതെ. ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മോളുടെ മുമ്പിൽ തന്നെ അതിന്റെ ഒരു റോൾ മോഡൽ ഉണ്ട്. അതാരാണ്? മോളുടെ മുമ്പിൽ തന്നെ. മോളുടെ മുന്നിൽ തന്നെ ഒരു റോൾ മോഡൽ ഉണ്ട്. ആരത്? ഞാൻ. റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? മീനൂട്ടിയാണോ? ആര്യ ചേച്ചിയാണ്. ഞാനാണോ? ആ സംശയം എന്താ? ഞാനാണോ? സന്തോഷം. പെർഫോമൻസിൽ സ്വന്തം വഴി വെട്ടി വന്ന ആളാണ് ആര്യ. അത് നമ്മൾ ആദരിക്കേണ്ട കാര്യമാണ്, അത് സ്നേഹിക്കേണ്ട കാര്യമാണ്, അതിനൊരു വലിയ അപ്ലോസ് കൊടുക്കേണ്ട കാര്യമാണ്. പെർഫോമൻസ് ക്വീൻ. അങ്ങനെയൊന്നും വേണ്ട, പ്ലീസ്. അല്ല, സത്യം പറയുന്നതിന് മടിക്കേണ്ട ആവശ്യമില്ല. ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈവൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പെർഫോമർ റോൾ മോഡലായിട്ട് മുമ്പേ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആര്യയുടെ നിന്ന് ടിപ്സ് എടുക്കാം എപ്പോഴും, ഇനി മുതൽ നമ്മുടെ കുട്ടികളൊക്കെ. കേട്ടോ? അപ്പൊ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ജനിച്ചതിന് ശേഷം ഉണ്ടായ മൂവിയാണ്. 2003. ഇത് കണ്ടിട്ടുണ്ടാവും. പിന്നെ കണ്ടിട്ടുണ്ടെന്ന് മാത്രല്ല, ഇതിന്റെ CD വീട്ടിലുണ്ട്. അപ്പൊ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് പട്ടാളം. വേറൊരു കാര്യം, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്ന? പട്ടാളം, ഡിങ്കിരി പട്ടാളം. ഈ ഡിങ്കിരി പട്ടാളം പാടിയ കല്യാണി ചേച്ചി വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് നമ്മുടെ AR സാറിന്റെ അടക്കം ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നത് കല്യാണി ചേച്ചിയാണ്. ഇതിന്റെ അപ്പുറം നമ്മുടെ റെക്കോർഡിംഗ് അക്കാഡമിയിലെ ഗ്രാമി അവാർഡ്സിന്റെ മെമ്പറും കൂടിയാണ് കല്യാണി ചേച്ചി. അപ്പം ഷീ ഈസ് അമേസിംഗ്. യെസ്, ആൻഡ് സോ ഇസ് ഹർ ഹസ്ബൻഡ് പ്രദീപ് ചേട്ടൻ. പ്രദീപ് ചേട്ടൻ അറിയാം, നമ്മളെല്ലാം ഫാൻസ് ആണ്, പ്രദീപ് കുമാർ ഫാൻസ് ആണ്. ഗ്രേറ്റ് മ്യൂസിക് കമ്പോസർ, ഗ്രേറ്റ് മ്യൂസിഷ്യൻ. യെസ്. അപ്പൊ സൂപ്പർ സിംഗർ. യെസ്, മാത്രമല്ല വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ. വേറെ എന്ത് വേണം? ഫൺ സോങ് പാടാൻ റെഡിയല്ലേ? അപ്പം അടിച്ചു പൊളിക്കണം. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
പട്ടണ പട്ടാളം പാവം പട്ടാളം ഇത് പട്ടണ പട്ടാളം ഡിങ്കര 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 പട്ടാളം ഡുമകി 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 ഡുക്കലി പട്ടാളം ഡിങ്കര 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 പട്ടാളം ഡുമകി 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 ഡുക്കലി പട്ടാളം കോഴി കുഞ്ഞിന് കൊടുക്ക വെക്കണ കുറുക്ക പട്ടാളം കോടമഞ്ഞിൽ കുളം പഠിക്കണ കുതിര പട്ടാളം പാക്കിടഞ്ഞാൽ തോക്കെടുക്കണ വേട്ട പട്ടാളം നാട്ടുകാരെ നട്ടം തിരിക്കണ കൂട്ട പട്ടാളം പാക്കിടഞ്ഞാൽ തോക്കെടുക്കണ വേട്ട പട്ടാളം നാട്ടുകാരെ നട്ടം തിരിക്കണ കൂട്ട പട്ടാളം സൂപ്പർ താങ്ക് യു സർ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതാണ് Thank ഏറ്റവും you, വലിയ sir. ടേക്ക് അവേ. താങ്ക് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ശരിക്ക് റോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് Yes. ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണിത്. താങ്ക് യു ഓസം പെർഫോമൻസ് ആണ്. താങ്ക് യു സർ വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പെർഫോമൻസ്. Thank ഇതുവരെ you, sir. കണ്ടതിൽ നിന്ന് വ്യത്യസ്തയായിട്ടുള്ള ഒരു എസ്ത്ര കുട്ടി. താങ്ക് യു സർ അപ്പൊ നല്ലൊരു പെർഫോമർ ആണെന്നാണ് അതിന്റെ അർത്ഥം. താങ്ക് യു ഓക്കെ, സർ താങ്ക് യു സർ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ആരാ പറഞ്ഞു തന്നത്? അഗേദി ഞാനും അവിടെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഓ. അപ്പൊ അക്കു അഗേദി അക്കുന്ന് വിളിക്കാം. അക്കുന്നാണ് വിളിക്കണേ. ഓക്കെ. അക്കുവിന് ഡാൻസ് പഠിക്കണം. ആഹാ. അപ്പൊ അമ്മ പറഞ്ഞു ധനശ്രീന്റെ അമ്മയല്ലേ, ധനശ്രീന്റെ അമ്മേന്റെ അടുത്ത് പോയി കുറച്ച് സ്റ്റെപ്പ് ഒക്കെ പിടിച്ചിട്ട് എനിക്ക് വയ്യ അമ്മ എന്ന് പറഞ്ഞ പേരെടുക്കാന്ന് വയ്യാന്ന് പറഞ്ഞ കൊണ്ട് എന്നിട്ട് ധനശ്രീന്റെ അമ്മ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിച്ചെന്നാണ് ഞാൻ ഇവിടെ ആണോ? കാണിച്ചത്. അപ്പൊ ധനശ്രീയുടെ അമ്മയാണ് ഇതിന്റെ കൊറിയോഗ്രാഫർ. അതെ, അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. സ്പെഷ്യൽ കൈയടി. അതെ അതെ. അപ്പൊ എന്തായാലും നല്ല തുറന്ന് പാടി, നല്ല പഞ്ചില് നല്ല എനർജി ഉണ്ടായിരുന്നു കേൾക്കുമ്പോ തന്നെ. താങ്ക് യു സർ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ അത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തില് മൊത്തം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ഘട്ടത്തിലേക്ക് പുതിയ ചാടിയപ്പോഴത്തേക്ക്. ഘട്ടം എന്ന് പറയുമ്പോ ഇത്രക്ക് അതെ പുതിയതാവുന്ന അതെ, വിചാരിച്ചില്ല. എല്ലാരും പുതിയ മുഖങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ പുതിയ മുഖം. അത് കലക്കി. ഞാനത് പാടാൻ പോവായിരുന്നു, പിന്നെ വേണ്ടത് അപ്പൊ അവിടെ പാടി. It is going to be 99.5 ഒരു തരം. Yeah. 99.5 രണ്ട് തരം. It is going to be 100 and 100 മൂന്ന് തരം. താങ്ക് യു സർ. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. താങ്ക് യു സർ. പെർഫോമർ ഓഫ് ദ ഡേ ഹായ് എസ്തർ ബേബിയാണ് കേട്ടോ.